ഫ്രണ്ട്സ്, എല്ലാവർക്കും സിൻഡ്രല്ല കിച്ചണിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് റെഡിയാക്കാൻ പോണത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ കാണാം. പാൻ വെച്ച് ചൂടായ ശേഷം 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ടൊന്ന് ചൂടായ ശേഷം അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുക. അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവ് കൂട്ട് കുറക്കൊക്കെ ചെയ്യാവുന്നുള്ളൂ. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടണം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് വഴറ്റുക. പിന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം, കാരണം ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളെല്ലാം സെയിം പാനിൽ തന്നെയാണ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് നെയ്യ് മാറ്റി കൊടുത്ത ശേഷം ഒരു 1.5 കപ്പ് ഓട്സ് അതിലിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വറുത്തെടുക്കുക. ഏത് പായസം റെഡിയാക്കുമ്പോഴും നമ്മൾ നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആവില്ലേ. ഒരു 3 മിനിറ്റ് വറുത്തെടുത്ത ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതേ പാനിൽ തന്നെ 2 കപ്പ് പാല് തിളപ്പിക്കുക. എന്നിട്ട് അതിനോടൊപ്പം തന്നെ 1 കപ്പ് പാലിലേക്ക് 1/2 കപ്പ് ബൂസ്റ്റ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പാല് നന്നായി തിളച്ച് വരുമ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക. പിന്നെ പഞ്ചസാര ചേർക്കുമ്പോൾ നമ്മൾ കുറച്ച് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, കാരണം ബൂസ്റ്റ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇതൊന്ന് സെറ്റായ ശേഷം നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഓട്സും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുക. പിന്നെ 2 ഏലക്കായ കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണതിന് മുന്നേ 1/2 ടീസ്പൂൺ കാപ്പിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആവും പായസത്തിന് ഉണ്ടാവുക. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ബൂസ്റ്റ് ആൻഡ് ഓട്സ് പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ അതുപോലെ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ ഈ പായസം ഓട്സ് വെച്ചിട്ടല്ലാണ്ട് ഗോതമ്പ് അല്ലെങ്കിൽ പരിപ്പ് ഇതൊക്കെ വെച്ചിട്ടും തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റം തന്നെയാണ്. പിന്നെ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.